പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വർക്കലയിലുള്ള ആലിയിറക്കം ബീച്ചിലാണ്. വർക്കല എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് തിരക്കേറിയ ക്ലിഫും പാപനാശം ബീച്ചുമാണ്. എന്നാൽ വർക്കലയിൽ തന്നെ ഇത്രയും ശാന്തമായൊരു പ്രൈവറ്റ് ബീച്ച് ഫീൽ കിട്ടുന്ന മറ്റൊരിടവും കൂടി ഉണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് വർക്കലയിലെ സൗത്ത് ക്ലിഫ് ഭാഗത്തുള്ള ആലിയിറക്കം ബീച്ചിലാണ്. പാരാഗ്ലൈഡും സേവ് ദ ഡേറ്റ് ഷൂട്ടുകളും പിന്നെ അതിമനോഹരമായ സൂര്യാസ്തമയവും എല്ലാം കൂടി ചേർന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് വർക്കല ഹെലിപ്പാഡിൽ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്റർ മാറി സൗത്ത് ക്ലിഫ് ഭാഗത്താണ് ഈ ബീച്ച് വരുന്നത്. വർക്കല ക്ലിഫിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. മെയിൻ ബീച്ചിലെ ബഹളങ്ങളൊന്നുമില്ലാതെ കടലിൻ്റെ ശബ്ദം മാത്രം കേട്ടിരിക്കാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ നീല നിറമുള്ള വെള്ളവും വലിയ പാറക്കെട്ടുകളും ഈ ബീച്ചിനെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. ആലിയിറക്കം ബീച്ചിൻ്റെ ആകാശത്തേക്ക് നോക്കിയാൽ മറ്റൊരു മനോഹരമായ കാഴ്ചയും കൂടി കാണാം. പാരാഗ്ലൈഡിംഗ് വർക്കലയിലെ സാഹസിക വിനോദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. വർക്കലയിലെ സൗത്ത് ക്ലിഫ് പാരാഗ്ലൈഡിംഗ് ലോക പ്രശസ്തമാണ്. ആകാശത്ത് നിന്ന് വർക്കല ക്ലിഫിൻ്റെയും നീലക്കടലിൻ്റെയും കാഴ്ച കാണുക എന്നത് ശരിക്കും ഒരു അത്ഭുതകരമായ അനുഭവമാണ് കേട്ടോ. സാധാരണമായി നവംബർ മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ പാരാഗ്ലൈഡിംഗ് സജീവമാകുന്നത്. കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് ഇതിൻ്റെ സമയം തീരുമാനിക്കുന്നത്. സൗത്ത് ക്ലിഫിലെ ആലിയിറക്കം ബീച്ചിന് മുകളിലൂടെയുള്ള ആ പറക്കൽ കാണാൻ തന്നെ വലിയ ഭംഗിയാണ്. താഴെ ബീച്ചിലിരിക്കുന്നവർക്ക് മുകളിൽ പാരാഗ്ലൈഡറുകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഒരു വിദേശ രാജ്യത്തെത്തിയ ഫീല് നൽകും. വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ കൂടെയാണ് സാധാരണമായി വിനോദസഞ്ചാരികൾ പറക്കുന്നത്. അതുകൊണ്ട് പേടിക്കാതെ തന്നെ ആർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ ഷൂട്ടിംഗ് പ്രേമികളുടെ പ്രധാന കേന്ദ്രമാണ് ആലിയിറക്കം ബീച്ച്. ഒരുപാട് സേവ് ദ ഡേറ്റ് ഷൂട്ടുകളും ആൽബം ഷൂട്ടുകളും ഇവിടെ നടക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ നാച്ചുറൽ ഭംഗി തന്നെയാണ് കേട്ടോ. കൂടാതെ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ പാരാഗ്ലൈഡിംഗ് ഷോട്ടുകൾ കൂടി കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് എത്തിയ പ്രതീതിയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ആക്ടിവിറ്റീസും റേറ്റും ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പാരാഗ്ലൈഡിങ്ങും പാരാമോട്ടറും ബോട്ട് റൈഡ്, ബനാന റൈഡ്, ക്രൈസി സോഫ റൈഡ്, വാട്ടർ സൈക്കിൾ, കയാക്കിംഗ്, സ്പീഡ് ബോട്ട് അങ്ങനെ പല ആക്ടിവിറ്റീസും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സൗത്ത് ക്ലിഫ് ഭാഗത്ത് തുടങ്ങി വർക്കലയുടെ അങ്ങ് അറ്റം വരെ ഈ തീരം നീണ്ടു കിടക്കുന്നുണ്ട്. മെയിൻ ക്ലിഫിലെ തിരക്കുകളിൽ നിന്ന് മാറി ഇത്രയും ദൂരത്തിൽ വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ശാന്തമായ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സമയം ചെലവഴിക്കാൻ പറ്റും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ നീളത്തിലുള്ള കടൽ തീരവും അതിനോട് ചേർന്നുള്ള വലിയ ക്ലിഫും ഒരു വല്ലാത്ത ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫർമാരുടെയും വ്ളോഗർമാരുടെയും പ്രിയപ്പെട്ട ഇടമാണിത്. രാവിലെയും വൈകുന്നേരവും ഇവിടുത്തെ ലൈറ്റിങ് ഫോട്ടോകൾക്ക് അതീവ ഭംഗി നൽകുന്നു. പാരാഗ്ലൈഡിങ് ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയും കൂടി ലഭിക്കണമെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം വരുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യാസ്തമയ സമയത്തും കൂടിയാണ് കേട്ടോ. അപ്പോൾ വർക്കലയിൽ വരുമ്പോൾ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ച് സമയം സമാധാനമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും സൗത്ത് ക്ലിഫിലെ ഈ ആലിയിറക്കം ബീച്ചിലേക്ക് വരിക. ഈ വീഡിയോ ഇതിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വർക്കല അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് കടക്കാം. ഇവിടുത്തെ സൂര്യാസ്തമയം വൈകുന്നേരം 4 മണിക്ക് ശേഷം ഈ ബീച്ചിലെ ലൈറ്റിംഗ് മാറാൻ തുടങ്ങും. ആകാശം പതുക്കെ ചുമപ്പും ഓറഞ്ച് നിറത്തിലാകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. പകലിന് വിട നൽകി സൂര്യൻ പതുക്കെ കടലിലേക്ക് താഴ്ന്നിറങ്ങുന്ന കാഴ്ചയൊന്ന് കാണാൻ കേട്ടോ. ഇത് കാണാനാണ് ഞാൻ നിങ്ങളെ ഇത്രയും നേരം ഇവിടെ പിടിച്ചിരുത്തിയത്. ഈ ഒരു നിമിഷത്തിൻ്റെ ഭംഗി അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ഈ മനോഹരമായ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.